വീട്ടിലെ ഡൈനിങ് ഹാളിൽ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊന്ന ശേഷം രക്തം പുരണ്ട കൈയുമായി നിന്ന ആഷിക്ക് അവിടെ ഓടിക്കൂടിയവരോട് പറഞ്ഞു, എനിക്ക് ജന്മം തന്നതിനുള്ള ശിക്ഷയാണ് നൽകിയത്. ഈങ്ങാപ്പുഴയ്ക്കടുത്ത് കട്ടിപ്പാറ വേനക്കാവിൽ മകൻ മാതാവിനെ വെട്ടിക്കൊന്നത് നാടിനെ നടുക്കിയിരുന്നു. അടിവാരം 30 ഏക്കർ കായിക്കൽ സുബൈദ കൊല്ലപ്പെട്ടത് ഏക മകനായ 24-കാരൻ ആഷിക്കിന്റെ കൈകൊണ്ടാണ്. ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടുള്ള സുബൈദ അടുത്തിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരി ഷക്കീലയ്ക്കൊപ്പമാണ് സുബൈദയും ആഷിക്കും കഴിയുന്നത്. +2 ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ ചേർത്ത ആഷിക്ക് കോളേജിൽ ചേർന്ന ശേഷം മയക്കുമരുന്നിന് അടിമയായി. ഇടയ്ക്കിടെ ആഷിഖ് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായാണ് വിവരം. ആഷിഖിന് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് മലപ്പുറം സ്വദേശി സുബൈദയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയിരുന്നു. പിന്നീട് സുബൈദയ്ക്കൊപ്പമായിരുന്നു ആഷിഖ് കഴിഞ്ഞിരുന്നത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട് വീട്ടിൽ ആഷിഖിന്റെ അതിക്രമം സഹിക്കാൻ കഴിയാതെ വന്നതോടെ സുബൈദ അവനുമായി മുൻ ഭർത്താവിന്റെ വീട്ടിലെത്തി മകനെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കുഞ്ഞു പ്രായത്തിൽ പിതാവ് മകനെ ആവശ്യപ്പെട്ടപ്പോൾ കൈമാറാൻ തയ്യാറാവാതിരുന്നതിനാൽ ഇപ്പോൾ ഏറ്റെടുക്കാനാവില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ സുബൈദയെ മടക്കി അയച്ചു. വീടുകളിലും വിവാഹത്തിനുമെല്ലാം ഭക്ഷണം പാകം ചെയ്യുന്നതിന് സഹായിയായും കൂലിപ്പണിയെടുത്തുമാണ് മകനെ സുബൈദ വളർത്തിയത്. ആഷിക്ക് വയറിംഗ് ജോലിക്ക് സഹായിയായി ഇടയ്ക്കൊക്കെ ജോലിക്ക് പോയിരുന്നു. മുൻപ് നഫീസ എന്ന സഹോദരിയുടെ വീട്ടിലായിരുന്നു മകനുമായി സുബൈദ കഴിഞ്ഞിരുന്നത്. എന്നാൽ ആഷിഖിന്റെ മയക്കുമരുന്ന് ഉപയോഗം കാരണം അവനെ വീട്ടിൽ കയറ്റാനാകില്ലെന്ന് സഹോദരി സുബൈദയോട് പറഞ്ഞു. മകനോടുള്ള സ്നേഹക്കൂടുതൽ കാരണം അവനെയും കൊണ്ട് സുബൈദ താമസം മാറ്റി. കഴിഞ്ഞ 2 മാസമായി മറ്റൊരു സഹോദരിയായ ഷക്കീലയുടെ വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം. ആഷിഖ് താമസിക്കുന്നതിൽ ഷക്കീലയ്ക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെയും ആഷിഖ് പ്രശ്നങ്ങൾ തുടർന്നു. സ്വത്തും പണവും ആവശ്യപ്പെട്ട് സുബൈദയുമായി ആഷിഖ് കലഹമുണ്ടാക്കുക പതിവായിരുന്നു. മകനൊരു കല്യാണം കഴിച്ചാൽ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിൽ വീട്ടിലേക്ക് കട്ടിലും കിടക്കയും വരെ വാങ്ങി വെച്ചിരുന്നു ആ ഉമ്മ. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് സ്വന്തം അമ്മയെ കൊടുവാളിനിരയാക്കി മകൻ. ഒരാഴ്ച മുൻപ് ബംഗളൂരുവിൽ നിന്നെത്തിയ ആഷിഖ് 4 ദിവസമായി കൂട്ടുകാരോടൊപ്പം പുറത്തായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് മടങ്ങിയെത്തിയത്. അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ശനിയാഴ്ച രാവിലെ ഷക്കീല പതിവ് പോലെ ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങി. സുബൈദയും ആഷിഖും മാത്രമായിരുന്നു വീട്ടിൽ. കഴിഞ്ഞ 2 ദിവസമായി നീ എവിടെയായിരുന്നു എന്ന് സുബൈദ ചോദിച്ചു തുടങ്ങി. പിന്നീട് ഇത് വാക്ക് തർക്കത്തിലേക്ക് വഴിമാറി. ആഷിഖ് വല്ലാതെ വയലന്റ് ആയിരുന്നു. ഉച്ചയോടെ വീടിന് പുറത്തിറങ്ങിയ അവൻ അയൽപ്പക്കത്തി എന്ന് കൊടുവാൾ ചോദിച്ചു. എന്തിനാണെന്ന അയൽവാസിയുടെ ചോദ്യത്തിന് തേങ്ങ പതിക്കാനാണെന്ന് മറുപടി. ആഷിഖ് പോയി മിനിറ്റുകൾക്ക് ശേഷം വീട്ടിൽ നിന്ന് സുബൈദയുടെ നിലവിളി ഉയർന്നു. ആദ്യം ഓടിയെത്തിയത് ഈങ്ങാപ്പുഴ വേനക്കാവ് ദാമോദരൻ നായരും മകൻ ലിജുമോനുമായിരുന്നു. വീടടച്ചു പൂട്ടിയിരുന്നു ആഷിഖ്. ജനൽ തുറന്ന ആഷിഖിന്റെ ഷർട്ടിൽ ചോര കണ്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. എങ്കിലും കൊടുവാൾ വാങ്ങാൻ വന്നതാണ്, കതക് തുറക്കെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആഷിഖ് തുറന്നില്ല. ആർക്കാണ് കത്തി വേണ്ടതെന്ന് ചോദിച്ച് ഒരു തവണ വീടിന് പുറത്തിറങ്ങി. പിന്നീട് അകത്ത് കയറി വാതിലടച്ചു. സുബൈദയുടെ സഹോദരി ഷക്കീലയെ വിളിച്ചു വരുത്തിയതോടെയാണ് ആഷിഖ് കതക് തുറന്നത്. വീട്ടിലെ ഡൈനിങ് ഹാളിനുള്ളിൽ സുബൈദ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു അപ്പോൾ. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ആംബുലൻസ് വരുത്തുകയും ചെയ്യുന്നതിനിടയിലാണ് ആഷിഖ് പുറത്തിറങ്ങി കൊടുവാൾ കഴുകി ഇതാ നിങ്ങളുടെ കൊടുവാൾ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇട്ടു കൊടുത്തത്. ഇതിനിടെ ഷക്കീലയുമായും ആഷിഖ് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. പുറത്തിറങ്ങിപ്പോകാൻ ശ്രമിച്ച ആഷിഖിനെ നാട്ടുകാർ ചേർന്ന് പിടിച്ചു കെട്ടുകയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. ഒടുവിൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ സുബൈദ മരിച്ചു. കഴുത്തിന് പലതവണ മാരകമായി വെട്ടേറ്റിരുന്നു. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് ഉമ്മയ്ക്ക് നൽകിയതെന്ന് അരും കൊലയുടെ കാരണം ചോദിച്ചവരോട് ആഷിഖ് കൂസലില്ലാതെ പറഞ്ഞു. ഏതാനും മാസം മുൻപ് മാരകായുധവുമായി സുബൈദയോട് അക്രമാസക്തനായി പെരുമാറിയതിനെ തുടർന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് 10 ദിവസം ആഷിഖിന് ചികിത്സ നൽകിയിരുന്നു. അമിതമായി ലഹരിമരുന്ന് ഉപയോഗിക്കാറുള്ള ആഷിഖിന് നേരത്തെ ലഹരി വിമുക്ത കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചിരുന്നു. ആഷിഖ് നേരത്തെയും സുബൈദയെ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി പരിസരവാസികൾ പറയുന്നുണ്ട്. പക്ഷേ മകനെ ഉപേക്ഷിക്കാൻ ആ അമ്മ തയ്യാറായിരുന്നില്ല. എന്നെങ്കിലും നേർവഴിക്ക് വരുമെന്ന അവരുടെ പ്രതീക്ഷയും ജീവനുമാണ് ഇതോടെ ഇല്ലാതായതും.